ഹലോ, അസ്സാം വലൈക്കും വറഹ്മത്തുള്ളാ. ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യന്മാരുണ്ടാവില്ല അല്ലേ? കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ തൊട്ട് വലിയ വലിയ ആഗ്രഹങ്ങളുള്ളവരായിരിക്കും നമ്മളിൽ ഓരോരുത്തരും. ആഗ്രഹങ്ങൾ പലതായിരിക്കും. മക്കത്ത് പോകണം, വീട് വെക്കണം, കാറ് വാങ്ങണം, ഇപ്പം ജീവിക്കുന്ന ലൈഫിൽ നിന്ന് കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിലാവണം. അങ്ങനെ ആഗ്രഹങ്ങൾ പലതായിരിക്കും. ആഗ്രഹങ്ങളൊക്കെ സഫലമാവണമെങ്കിൽ നമ്മൾ ജീവിതത്തിൽ ഒരു 6 ശീലങ്ങൾ കൊണ്ടുവരണം. ഈ 6 ശീലങ്ങൾ നിങ്ങൾ കൊണ്ടുവരുവാണെങ്കിൽ നിങ്ങളെ ലൈഫ് ചേഞ്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് കൺമുമ്പിലൂടെ കാണാൻ സാധിക്കും. നിങ്ങളെ ലൈഫ് തന്നെ അടിപൊളി മാറുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ 6 ശീലങ്ങളെ പറ്റി പറയുന്നൊരു ബുക്കുണ്ട്, ഹാലറ്റ് റോഡിൻ്റെ മിറാക്കിൾ മോർണിംഗ് റൂട്ടീൻ എന്ന് പറയുന്നൊരു പുസ്തകം. അതിൽ അദ്ദേഹത്തിൻ്റെ തന്നെ ജീവിതം കൊണ്ട് പരിശീലിപ്പിച്ചെടുത്ത കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതിൽ 2 രീതിയിൽ ഉണരുന്ന മനുഷ്യരെ പറ്റി പറയുന്നുണ്ട്. ഒന്ന്, അലസമായിട്ട് ഉറങ്ങിയിട്ട് എഴുന്നേൽക്കുന്നവരായിരിക്കും. എപ്പോഴോ ഉറങ്ങി എപ്പോഴോ എഴുന്നേറ്റ് അവർക്ക് ലൈഫിൽ യാതൊരുവിധ ലക്ഷ്യബോധം ഉണ്ടാവുകയില്ല. ഒരു അലസതയായിരിക്കും, എല്ലാ കാര്യത്തിലും ഒരു അലസതയായിരിക്കും. പിന്നെ രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ഭയങ്കര വെപ്രാളത്തോടെ എണീക്കുന്നവരുണ്ടാവുമല്ലോ. രാവിലത്തെ പണികൾ ഓർത്തിട്ട് എണീക്കുന്നവർ, അല്ലെങ്കിൽ ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ ഓർത്തിട്ട് എഴുന്നേൽക്കുന്നവർ, അങ്ങനെയുള്ളവർ ഭയങ്കരമായിട്ട് മടുപ്പായിരിക്കും. നമ്മൾ ഓരോ മോർണിംഗും ഭയങ്കര സ്ട്രെസ്സായിരിക്കും. ഈ 2 വിഭാഗത്തിൽപ്പെട്ടിട്ട് ഉണരുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കൊരു ലൈഫിൽ തന്നെ ഒരു രസം ഉണ്ടാവില്ല, ബർക്കത്തും ഉണ്ടാവില്ല. ലൈഫിലൊരു ബർക്കത്ത് ഉണ്ടാവില്ല. ആദ്യമൊക്കെ ഭയങ്കര ആവേശവും ഭയങ്കര സുഖമൊക്കെ തോന്നുകയാണെങ്കിൽ പിന്നെ അത് ഭയങ്കര സ്ട്രെസ്സിലേക്ക് അത് പോകും. പിന്നെ എങ്ങനെയുള്ള പുലരിയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്? നമ്മളെ മക്കളെ കൂടി ശീലിപ്പിക്കുകയാണെങ്കിൽ അത് ഭയങ്കര ഒരു മാറ്റങ്ങൾ കൊണ്ടുവരും. ഇപ്പോൾ നമ്മൾ ഉണരുന്നതിൻ്റെ, അതായത് നമ്മൾ രാവിലെ ഉണരുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും ഉണരുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഓരോ രാവിലെയും ഓരോ മോർണിംഗും ഭയങ്കര പീസ്ഫുള്ളായിരിക്കും, ഭയങ്കര ഒരു എനർജി ആയിരിക്കും. അന്നത്തെ ആ പുലരികൾ, ഓരോ പുലരിയും രാവിലെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര എനർജിക്കായിരിക്കും. അപ്പോൾ സേവേഴ്സ് എന്ന ടേംസിലൂടെയാണ് നമുക്ക് ഈ 6 ശീലങ്ങളെ പറ്റി അദ്ദേഹം പറഞ്ഞു തരുന്നത്. SAVERS, സൈലൻറ്റ്, A അഫർമേഷൻ, B വിഷ്വലൈസേഷൻ, E എക്സസൈസ്, R റീഡിങ്, S സ്ക്രിബിളിങ്. അഫർമേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്ത് തീർത്തതുപോലെ സംസാരിക്കുക. നമ്മളോട് തന്നെ സംസാരിക്കുക. അതായത് നമ്മൾ ആഗ്രഹങ്ങൾ നേടിയെടുത്തതുപോലെ സംസാരിക്കുക. അത് പതുക്കെ ഒരു ശ്വാസമായിട്ട് മാറും. അത് പിന്നെ സബ് കോൺഷ്യസ് മൈൻഡിൽ പതിഞ്ഞതിന് ശേഷം അതൊരു വിശ്വാസമായി മാറും. വിശ്വാസം അത് റിയാലിറ്റി ആവും. അതാണ് അഫർമേഷൻ. ഉദാഹരണത്തിന്, ഞാൻ വിജയിയാണ്, വിജയിക്കാൻ ഞാൻ അർഹനാണ്, എന്നെക്കൊണ്ടത് പറ്റും, പഠിച്ചവൻ്റെ അനുഗ്രഹത്തിൽ എനിക്കതിന് കഴിയുമെന്ന് നമ്മൾ ഉറച്ച് വിശ്വസിക്കുക. നമ്മളോട് തന്നെ നമുക്ക് ഉറച്ച് വിശ്വസിക്കുക. പിന്നെ വിഷ്വലൈസേഷൻ, അത് ഫ്യൂച്ചറിലുള്ള നമുക്കുള്ള ആഗ്രഹങ്ങൾ നമ്മൾ നടന്നതായിട്ട് ഫീലോടെ നമ്മളത് കാണുക, നമ്മളെ റിയാലിറ്റി ആയിട്ട് നമ്മൾ കാണുക. അതായത് നമുക്കൊരു ഉംറക്ക് പോകാൻ ആഗ്രഹമുണ്ട്, നമ്മൾ ഭർത്താവിൻ്റെ കൂടെ കയ്യും പിടിച്ചിട്ട് നമ്മൾ കഅബ ഷരീഫ് ചുറ്റുന്നതായിട്ട്, നമ്മൾ ത്വാഫ് ചെയ്യുന്നതായിട്ട് കാണുക. ഒരു റിയാലിറ്റി ആയിട്ട് നമ്മളെ മനസ്സിലിങ്ങനെ നമ്മളത് റിയാലിറ്റി ആയിട്ട് ഇങ്ങനെ കൺമുമ്പിൽ കാണുന്നതായിട്ട് നമ്മൾ ഫീൽ ചെയ്യാം. അതായത് നമുക്കിപ്പോൾ ഒരു വീട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയ വീട്ടിൽ താമസിക്കുന്നത് പോലെ നമുക്കൊരു ഫീലോടെ നമ്മൾ നാളെ ഒരു പുതിയ വീട്ടിലാണ് എന്നുള്ളൊരു ഫീലോടെ നമ്മൾ മനസ്സിൽ കാണുക. നാളെ അത് റിയാലിറ്റി ആവും, ഇൻഷാ. അത് നമ്മൾ വിഷ്വൽ ചെയ്യുക. E എന്ന് പറയുന്നത് എക്സസൈസ്. അതായത് നമുക്ക് ഫസ്റ്റ് ടൈം നമ്മൾ തുടങ്ങുകയാണെങ്കിൽ അതിൽ തന്നെ ഭാരമുള്ളതൊന്നും ഏൽക്കാൻ നിൽക്കണ്ട. ഒരു 10-15 മിനിറ്റ് നമുക്ക് കയ്യിൽ നിന്ന് എക്സസൈസ് നമ്മൾ ചെയ്യുക. പിന്നെ 6 റീഡിങ്, ബുക്ക് വായിക്കുക. പിന്നെ നമുക്ക് ബുക്ക് വായിക്കുന്നതിനേക്കാളും ഉപരി നമുക്ക് കുറച്ചും കൂടി ഒരു പീസ്ഫുള്ളാവാം ഖുർആൻ ഓതുമ്പോഴായിരിക്കും. അപ്പോൾ ഖുർആൻ അർത്ഥറിഞ്ഞ് ഓതാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. അർത്ഥറിഞ്ഞ് 1 പേജാണെങ്കിൽ 1 പേജ്, 3 പേജാണെങ്കിൽ 3 പേജ്, അങ്ങനെ കഴിയുന്നത് നമ്മൾ ഓതുക. വെള്ളിയാഴ്ചകളിൽ കഅഫ് സൂറത്ത് ഓതുക. അങ്ങനെ
അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഭയങ്കര പീസ്ഫുള്ളായിരിക്കും. പിന്നെയുള്ളത് സ്ക്രിബിളിങ്. നമുക്ക് ഒരിക്കലും നടക്കൂല എന്ന് തോന്നുന്ന ആഗ്രഹങ്ങളുണ്ടാവും, കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളുണ്ടാവും. അതൊക്കെ എഴുതി വെക്കുക. അല്ലെങ്കിൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ് നമുക്ക് കിട്ടിയ ചെറിയ ചെറിയ നന്മകളിൽ നമ്മളെപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക. അത് നമ്മളെ മക്കളെ കൂടി ശീലിപ്പിക്കുക. മക്കൾക്കൊരു ചെറിയൊരു എന്തെങ്കിലും ഗിഫ്റ്റോ അല്ലെങ്കിൽ അവർക്ക് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ട് മനസ്സറിഞ്ഞ് അൽഹംദുലില്ലാ പറയിപ്പിക്കുക. നമ്മൾ അൽഹംദുലില്ലാ പറയുന്നതോടൊപ്പം അത് നമ്മളെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ് പോലെ അത് എഴുതി വെക്കുക. ചെറിയ ചെറിയ നമ്മൾ ആദ്യമൊക്കെ എന്ന് വെച്ചാൽ നമുക്കൊന്നും കാണാനുണ്ടാവില്ല, നമ്മുടെ ലൈഫിലൊന്നും ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ള കാര്യങ്ങൾ കണ്ടതായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. പക്ഷേങ്കിൽ നമ്മൾ ശ്രദ്ധിച്ച് നമ്മുടെ ലൈഫ് ഓരോന്നും വീക്ഷിക്കുകയാണെങ്കിൽ നമ്മൾ ഈ പരാതി പറയുന്നതിന് പകരം നമുക്ക് ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാനുണ്ടാവും. ഈ പരാതി പറയുന്നത് എനക്കൊന്നും കിട്ടിയില്ലല്ലോ എന്നുള്ളത് കുറച്ച് കൊണ്ടുവന്നിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. ഞാൻ ഇന്ന കാര്യത്തിന് പടച്ചവനോട് നന്ദിയുള്ളവളാണ്. ഖുറാനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ലൈൻ ശകർത്തും ലഅസീദന്നക്കും. ഇപ്പോൾ ഉള്ളതിനോട് നീ നന്ദി കാണിച്ചാൽ അതുപോലെ ഇനിയും നിനക്ക് നൽകുമെന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ഇല്ലാത്തതിനെ ഓർത്തിട്ട് നമ്മൾ വിഷമിക്കാണ്ട് നമുക്ക് ഉള്ള നന്മകളിൽ നമ്മൾ നന്ദി കാണിക്കുക, നന്ദിയുള്ളവരായിരിക്കുക. ഈ 6 ശീലങ്ങൾ നമ്മളെ ലൈഫിൽ കൊണ്ടുവരുവാണെങ്കിൽ നമ്മളെ ലൈഫ് അടിമുടി മാറുന്നതായിട്ട് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയും. പിന്നെ ഈ 6 ശീലങ്ങളുടെ കൂടെ നമുക്കൊരാഗ്രഹങ്ങളുണ്ടാവുമല്ലോ, ഓരോരോ ആഗ്രഹങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളെ ബെസ്റ്റ് അതിന് നമ്മൾ കൊടുക്കുക, നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുക. തീർച്ചയായും വിജയം ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ 6 ശീലങ്ങളും ചെയ്യുക, ജീവിതത്തിൽ പകർത്തുക. പിന്നെ നമ്മളതിന് വേണ്ടി പണിയെടുക്കുക ഇൻഷാ അല്ലാഹ്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് തീർച്ചയായും നിങ്ങൾക്ക് മാറുന്നത് കാണാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അസ്സലാമു അലൈക്കും.